ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും ഓണം വെക്കേഷനൊക്കെ നന്നായി എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് തേർഡ് ചാപ്റ്റർ ആയിരുന്നു, മാനേജ്മെൻറ്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതിനകത്ത് അവസാനത്തെ പോർഷനാണ് ഇത്. കുറച്ച് ഭാഗം കൂടെ ഇതിൻ്റെ അകത്ത് ഇനി തീർക്കാനായിട്ടുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് അറിയാമായിരിക്കും എക്സാംസ് വരുന്നുണ്ട്. എല്ലാ സബ്ജക്റ്റിൻ്റെയും തന്നെ എക്സാം ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. പോർഷൻസ് അടുത്ത ദിവസം ഞാൻ പറയുന്നതാണ്. ഏത് ചാപ്റ്ററാണ് എന്നുള്ളത് ഞാൻ അടുത്ത ദിവസം പറയുന്നതായിരിക്കും. ഇന്ന് തുടങ്ങുന്ന ഒരു ന്യൂ പോർഷൻ എന്ന് പറഞ്ഞാൽ ഓഡിറ്റാണ്. അതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് ഓഡിറ്റിൻ്റെ സെക്ഷൻ 63, 64 ഓഡിറ്റിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ റൂൾ 64, റൂൾ 64A, 64B ആൻഡ് റൂൾ 65. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അത് ഓഡിറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ 63-ൽ DCA, ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റ്. 64-ൽ ഓഡിറ്റിൻ്റെ സ്കോപ്പ്, പവേഴ്സ്, അതുപോലെ തന്നെ പ്രൊസീജിയർ. റൂൾസ് 64-ൻ്റെ അകത്ത് ഓഡിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. 64A-ൽ ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ, 64B-ൽ ഓഡിറ്റ് റിപ്പോർട്ട്, 65-ൽ ലെവി ഓഫ് ഓഡിറ്റ് ഫീസ്. ഇതാണ് ഓഡിറ്റിൻ്റെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സെക്ഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹു ഈസ് DCA? DCA മീൻസ് ഡയറക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് ഓഡിറ്റിനെയാണ് നമ്മൾ DCA എന്ന് പറയുന്നത്. ഹീ ഈസ് റെസ്പോൺസിബിൾ ഫോർ കണ്ടക്റ്റിംഗ് പീരിയോഡിക്കൽ ഓഡിറ്റ്. DCA എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തിയാണ് ആ പീരിയോഡിക്കൽ ഓഡിറ്റ് നടത്താനായിട്ടുള്ള ഉത്തരവാദിത്വം അയാൾക്കാണുള്ളത്. ഇനി ഈ ഡയറക്ടറിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റാണ്. അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് 63(1)ലാണ്. ഗവൺമെൻറ്റാണ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് ഡയറക്ടറിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് പറയുന്നത് ക്വാളിഫിക്കേഷൻസ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആർ പ്രിസ്ക്രൈബ്ഡ് അണ്ടർ 63(2). 63 സബ്സെഷൻ 2-ലാണ് ക്വാളിഫിക്കേഷൻസും DCAയുടെ എന്താണ് ക്വാളിഫിക്കേഷൻസ് വേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെയാണ് അപ്പോയിൻ്റ് ചെയ്തത്. DCAയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, ഡെപ്യൂട്ടി അക്കൗണ്ടൻറ്റ് ജനറൽ അല്ലെങ്കിൽ ഒരു IAS ഓഫീസറാണ് സാധാരണയായിട്ട് DCA ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് ഡെലിഗേറ്റ് ഓൾ ഓർ എനി പവേഴ്സ് ഓഫ് ദി DCA ടു ഹിസ് സബോർഡിനേറ്റ് ഓഫീസർ. അതായത് ഡെലിഗേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡ്യൂട്ടീസ് സബോർഡിനേറ്റ് ഓഫീസേഴ്സിന് വേണമെങ്കിൽ DCAക്ക് ഡെലിഗേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതായത് ജനറൽ വിങ്ങും ഓഡിറ്റ് വിങ് എന്നും പറഞ്ഞ് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം DCAക്ക് വേണമെങ്കിൽ സബോർഡിനേറ്റ് ഓഫീസേഴ്സിന് അവരുടെ ഡ്യൂട്ടീസ് കുറച്ച് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം ഈ 2 വിങ്ങായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ജനറലും ഒന്ന് ഓഡിറ്റ് വിങ്. ഓഡിറ്റ് വിങ്ങിൽ തന്നെ DCAയുടെ താഴെയായിട്ട് അഡീഷണൽ ഡയറക്ടറുണ്ട്, ജോയിൻറ്റ് ഡയറക്ടറുണ്ട്, ഡെപ്യൂട്ടി ഡയറക്ടറുണ്ട്, അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് ഡയറക്ടറുണ്ട്, അതുപോലെ തന്നെ ഓഡിറ്ററും ഉണ്ട്. അപ്പം DCAക്ക് വേണമെങ്കിൽ ഇവരിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ അയാളുടെ ഡ്യൂട്ടീസ് ഡെലിഗേറ്റ് ചെയ്യാവുന്നതാണ്. ഡ്യൂട്ടീസ് അല്ല, പവേഴ്സ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തത് പറഞ്ഞിരിക്കുന്നത് DCA ഈസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഈ DCA ആരുടെ കീഴിലാണ് ശരിക്കും വരുന്നത്? രജിസ്ട്രാർ ആണ് അൾട്ടിമേറ്റ് പവർ. അപ്പോൾ രജിസ്ട്രാറിൻ്റെ കീഴിലാണ് DCA വരുന്നത്. അപ്പോൾ ഇതാണ് DCAയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. വാട്ട് ഈസ് ആൻ ഓഡിറ്റ്? ഓഡിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓഡിറ്റ് മെയിൻലി എന്തിനു വേണ്ടിയാണ്? ടു അസസ് ദി ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റ്. ഇനി ഇത് ശരിക്കും മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. അതായത് വർഷത്തിൽ 1 ഓഡിറ്റ് ചെയ്യുന്നത്.
അപ്പോൾ അത് കണ്ടക്റ്റ് ചെയ്യുന്നത് സാധാരണയായിട്ട് മാനേജിങ് കമ്മിറ്റിയാണ് അത് കണ്ടക്റ്റ് ചെയ്യുന്നത്, അവരുടെ ഡ്യൂട്ടിയാണ്. ഇനി ആ ഓഡിറ്റ് കണ്ടക്റ്റ് ചെയ്യുന്നത് ഓഡിറ്റ് മാനുവൽ അനുസരിച്ചാണ്. ഓഡിറ്റ് മാനുവൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിട്ടൺ ഡോക്യുമെൻറ്റ് ദാറ്റ് എക്സ്പ്ലെയിൻ ദ ഓഡിറ്റിംഗ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഓഫ് എ ഫേം. ഓഡിറ്റ് മാനുവൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത് എന്നും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറും അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഓഡിറ്റ് നടത്തേണ്ടത്. ഓഡിറ്റിംഗ് ഈസ് കണ്ടക്റ്റഡ് വിതിൻ 6 months ഓഫ് ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തതിന് ശേഷം, അക്കൗണ്ടിങ് ഇയർ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് April 1 to March 31 ആണ്. അപ്പം March 31 തീർന്ന അന്ന് മുതൽ വിതിൻ 6 monthsനുള്ളിൽ ഓഡിറ്റിങ് കണ്ടക്റ്റ് ചെയ്തിരിക്കണം. ഇനി അതിൻ്റെ അടുത്തത് പറയുന്നത് സ്കോപ്പ് ഓഫ് ഓഡിറ്റാണ്. ഏതൊക്കെ ഏരിയാസാണ് ഓഡിറ്റ് ചെയ്യുന്നത്? ഒന്ന്, എക്സാമിനേഷൻ ഓഫ് ഓവർഡ്യൂ ഡെറ്റ്സ് ഓവർഡ്യൂ ഡെറ്റ്സ് ഉണ്ടെങ്കിൽ അത് എക്സാം ചെയ്യുക. ദെൻ വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ് ആൻഡ് സെക്യൂരിറ്റീസ്. ദെൻ വാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓർ അതേഴ്സ്. അപ്പോൾ ഇത്ര ഏരിയാസാണ് സാധാരണയായിട്ട് ഓഡിറ്റ് ചെയ്യുന്നത്. അടുത്തത് പറയുന്നത് പവേഴ്സ് ഓഫ് ആൻ ഓഡിറ്റർ. എന്തൊക്കെ പവേഴ്സാണ് ഒരു ഓഡിറ്റർക്കുള്ളത്? ആക്സസ് ടു all books of accounts, documents, papers, relevant records, securities, cash and other properties. ഒരു സൊസൈറ്റിയുടെ അക്കൗണ്ട്സ്, ഡോക്യുമെൻറ്റ്സ്, പേപ്പേഴ്സ്, റെലവൻറ്റ് എല്ലാ റെക്കോർഡ്സും, അതുപോലെ തന്നെ സെക്യൂരിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ക്യാഷ് അല്ലെങ്കിൽ എന്ത് പ്രോപ്പർട്ടീസാണോ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലുള്ളത് അതിലെല്ലാം ഇടപെടാനുള്ള റൈറ്റ് അവർക്കുണ്ട്. അത് സമൺ എനി പേഴ്സൺ റെസ്പോൺസിബിൾ. സമൺ മീൻസ് വിളിച്ചു വരുത്തുക. ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, ഈ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് വ്യക്തികളെ വേണമെങ്കിലും ഓഡിറ്റർക്ക് വിളിച്ചു വരുത്താവുന്നതാണ്. അതായത് കസ്റ്റഡി ഓഫ് റെക്കോർഡ്സ് കൈവശം വെച്ചിരിക്കുന്നവരെ, ക്യാഷ്, സെക്യൂരിറ്റീസ് കൈവശം വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസ്, സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്സ്, ക്യാഷ്, സെക്യൂരിറ്റീസ്, പ്രോപ്പർട്ടീസൊക്കെ കൈവശം വെച്ചിരിക്കുന്നവരെ. To produce them in the office or branches or in the office of DCA. വേണമെന്ന് വെച്ചാൽ ഓഫീസിൽ ആ വസ്തുവകകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. അല്ലെങ്കിൽ ബ്രാഞ്ചിലാണ് ഓഡിറ്റ് നടത്തുമെങ്കിൽ ആ ബ്രാഞ്ചിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ DCAയുടെ ഓഫീസിൽ കൊണ്ടുവരാനായിട്ട് പറയാം. അതായത് ഈ വസ്തുവകകൾ കൈവശം വെച്ചിരിക്കുന്നവർ വേണ്ടി വന്നാൽ സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ആ വ്യക്തിയെ വിളിച്ചു വരുത്താവുന്നതാണ്. അപ്പോൾ ഇതാണ് ഓഡിറ്ററിൻ്റെ പവേഴ്സ്. അപ്പം ഏത് ബുക്സ് വേണമെങ്കിലും അവർക്ക്, ഏത് ബുക്സോ റെക്കോർഡ്സോ എന്ത് വേണമെങ്കിലും അവർക്ക് ആക്സസ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ സമൺ ചെയ്യാനായിട്ട് ആരെ വേണമെങ്കിലും, സൊസൈറ്റിയുമായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആരെ വേണമെങ്കിലും വിളിച്ചു വരുത്താനായിട്ടുള്ള റൈറ്റും അവർക്കുണ്ട്. ഇനി പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്. ഓഡിറ്റ് മീൻസ് വെരിഫിക്കേഷൻ ഓഫ് ഓവർഡ്യൂ ഡെറ്റ്സ്, ക്യാഷ് ബാലൻസ്, സെക്യൂരിറ്റീസ് എക്സെട്ര. ഇതെല്ലാമാണ് ഓഡിറ്റിങ്ങിൽ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അക്കൗണ്ട്സും എല്ലാം വെരിഫൈ ചെയ്യും. ഇനി all documents required by auditor prepared by the chief executive within 1 month from the date of close of financial year. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്ത് അന്ന് മുതൽ 1 മാസത്തിനകം തന്നെ എല്ലാ ഡോക്യുമെൻറ്റ്സും, അതായത് ഓഡിറ്റർക്ക് ആവശ്യമായ എല്ലാ ഡോക്യുമെൻറ്റ്സും ചീഫ് എക്സിക്യൂട്ടീവ് പ്രിപ്പയർ ചെയ്തിരിക്കണം. അതിനുശേഷം മാനേജിംഗ് കമ്മിറ്റിയുടെ മുമ്പാകെ ഇത് സബ്മിറ്റ് ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? ഇതിനെക്കുറിച്ച് DCAയെ അറിയിക്കണം. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിൽ അറിയിക്കണം. ഓഡിറ്റിനെ ഇത് അറിയിക്കുകയും വേണം. ഇനി ഓഡിറ്റർ ഓർ ഓഡിറ്റ് ഫേം കംപ്ലീറ്റ്സ് ഓഡിറ്റ് ആൻഡ് സബ്മിറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോം. ഇനി ഇത് DCA അറിയിച്ചു കഴിയുമ്പോഴത്തേനും DCA അറിയിച്ചതിന് ശേഷം അവർ വഴി ഓഡിറ്ററിനെ അല്ലെങ്കിൽ
ചിലപ്പം ഒന്നിൽ കൂടുതൽ ഓഡിറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഡിപ്പെൻസ് ആണ്, സൊസൈറ്റിയുടെ ഏരിയ അനുസരിച്ചാണ് അത് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതിനുശേഷം അവർ ഓഡിറ്റ് കണ്ടക്ട് ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ട്, അതിനൊരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ് ഉണ്ട്, ആ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഇനി ഓഡിറ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേനും ഒരു ഓഡിറ്റ് മെമ്മോറാണ്ടം കൂടെ ഓഡിറ്റർ പ്രിപ്പയർ ചെയ്തിരിക്കണം. അതായത് ഓഡിറ്റ് മെമ്മോറാണ്ടത്തിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഓഡിറ്റർ എക്സാമിൻ, അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ടത് ഇതാണ്: ഓഡിറ്റർ എന്താണ് എക്സാമിൻ ചെയ്തത്, എന്തെങ്കിലും ഡിഫക്ട്സ് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അകത്ത്, അതും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം, ഓഡിറ്റ് മെമ്മോറാണ്ടത്തിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. അതായത് ബാലൻസ് ഷീറ്റിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അണ്ടർ 11 മാറ്റേഴ്സിൻ്റെ അകത്ത് എന്താണ് അവർ എക്സാമിൻ ചെയ്തത് അതിനെക്കുറിച്ചൊരു റിപ്പോർട്ട്, അതിനുശേഷം അതിൽ നിന്ന് എന്തൊക്കെ ഡിഫക്ട്സ് ആണ് അവർക്ക് നോട്ടീസ് ചെയ്യാൻ സാധിച്ചത് അതും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തണം. അപ്പോൾ ഓഡിറ്റ് മെമ്മോറാണ്ടം ഓഡിറ്റർ പ്രിപ്പയർ ചെയ്തതാണ്. ഇത് ഓഡിറ്റിങ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഓഡിറ്റ് മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അതിന് ശേഷം ചെയ്യേണ്ടത് സർട്ടിഫൈ ദ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് സൈൻ ചെയ്യണം. ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഓഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ആരാണോ ഓഡിറ്റ് ചെയ്തത് അവർ അതിൽ സൈൻ ചെയ്യണം. ഇനി അതിന് ശേഷം DCA ഇഷ്യൂ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ടു സൊസൈറ്റി വിതിൻ 6 months ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ്. ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് 6 മാസത്തിനകം DCA എന്ത് ചെയ്യണം? DCA സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. അതായത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. ഇനി ഈ ഓഡിറ്റ് ചെയ്യുമ്പോൾ ലെവി ഓഫ് ഓഡിറ്റ് ഫീസ് ഉണ്ട്. ഓരോ സൊസൈറ്റീസിനും ഓരോ ഓഡിറ്റ് ഫീസാണ് ചാർജ് ചെയ്യുന്നത്. Registrar has the right to appoint one or more auditors having working capital or annual sales exceeding ₹25 lakhs. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ചിലപ്പോൾ ഒരു ഓഡിറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓഡിറ്റേഴ്സ് ആയിരിക്കും ഒരു സൊസൈറ്റിയിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര പേരെയാണ് അപ്പോയിൻറ്റ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് രജിസ്ട്രാറാണ്. അത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിലും അല്ലെങ്കിൽ ആനുവൽ സെയിൽസിൻ്റെ ബേസിലുമാണ് അവരെ അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. ഒന്നിൽ കൂടുതൽ വേണോ എന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ആനുവൽ സെയിൽസ് 25 lakhs ആൻഡ് എബവ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നിൽ കൂടുതൽ ഓഡിറ്റേഴ്സ് ആവശ്യമാണ്. ദാറ്റ് മീൻസ് ഒന്നിൽ അത് വലിയൊരു സൊസൈറ്റി ആയിരിക്കും, ചിലപ്പം കൂടുതൽ ബിസിനസ് നടത്തുന്ന സൊസൈറ്റി ആയിരിക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഇനി ഓഡിറ്റ് ഫീസ് എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് നോക്കാം. അത് റൂൾ 65 പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റി പേ ടു ഗവൺമെൻറ് ആൻഡ് ഓഡിറ്റ് ഫീസ്. ഇപ്പോൾ ഓരോ കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഗവൺമെൻറ്റിന് വേണം ഓഡിറ്റ് ഫീസ് അടയ്ക്കാൻ വിത്തിൻ 1 month ഓഫ് റെസിപ്റ്റ് ഓഫ് ആനുവൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം, അതായത് ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് സൊസൈറ്റീസ് എന്ത് ചെയ്യേണ്ടത്? ഓഡിറ്റ് ഫീസ് അടയ്ക്കേണ്ടത്. ഇത് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മുമ്പേ പറഞ്ഞിരുന്നു, വർക്കിംഗ് ക്യാപിറ്റൽ ഓൺ ലാസ്റ്റ് ഡേ ഓഫ് കോപ്പറേറ്റീവ് ഇയർ ഓർ ടോട്ടൽ സെയിൽസ് ഡ്യൂറിങ് ദ ഇയർ ഓർ ഗ്രോസ് ഇൻകം ഡ്യൂറിങ് ദ ഇയർ. 3 കണ്ടീഷൻസിൻ്റെ ബേസിലാണ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ്. ഒന്നിൽ വർക്കിംഗ് ക്യാപിറ്റൽ, ലാസ്റ്റ് ഡേയിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ടോട്ടൽ സെയിൽസ് ഒരു വർഷം എത്രയാണ് നടത്തിയത് അതിൻ്റെ ബേസിൽ, അല്ലെങ്കിൽ ഗ്രോസ് ഇൻകം അതിൻ്റെ ബേസിലാണ് ഓഡിറ്റ് ഫീസ് ചാർജ് ചെയ്യുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്ന ലെവി ഓഫ് ഓഡിറ്റ് ഫീസാണ്. ടൈപ്പ് ഓഫ് സൊസൈറ്റിയും അതിൻ്റെ ഓഡിറ്റ് ഫീസും തന്നിട്ടുണ്ട്. ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ഹൗസ് മോർഗേജ് ബാങ്ക്സ്, ഹൗസിംഗ് സൊസൈറ്റീസ് ഒക്കെ ആണെങ്കിൽ അഗ്രിഗേറ്റ് ഓഫ് ലോൺസ് ഇഷ്യൂഡ് ആൻഡ് റിക്കവേർഡിൻ്റെ ബേസിൽ. ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സെയിൽ പ്രൊസീജർ, വിച്ച് എവർ ഈസ് ഹയർ, ഏതാണ് വലുത്. ഇനി ഗുഡ്സ്, കൊയർ സൊസൈറ്റി ഒഴിച്ച് ഗുഡ്സ് ഡീൽ ചെയ്യുന്നതാണെങ്കിൽ സെയിൽ ഓഫ് ഗുഡ്സിൻ്റെ ബേസിലാണ് ഓഡിറ്റ് ഫീസ്. കൊയർ സൊസൈറ്റീസ് ആണെങ്കിൽ കൊയർ സോൾഡ് ചെയ്തതിൻ്റെ ബേസിൽ. ട്രാൻസ്പോർട്ട് സൊസൈറ്റീസ് ആണെങ്കിൽ ഹയർ ചാർജസിൻ്റെ ബേസിൽ. മറ്റ് സൊസൈറ്റീസിന് ഗ്രോസ് ഇൻകത്തിൻ്റെ ബേസിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ടേബിൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ടുഡേയ്സ് അസൈൻമെൻറ്റ് ഈസ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്. താങ്ക് യു.